ഏട്ടാ ശരണ്യയില്ലേ? ഇല്ല, ഓളിതാ ഇപ്പൊ പുറത്തേക്ക് പോയിട്ടുണ്ടേനു. ഒന്നേനു അല്ല, ഓള് ഒരു സാധനം എടുത്തു വെക്കുമെന്ന് പറഞ്ഞേനു. എന്നാ ബുക്ക് എങ്ങാനാ വേറെന്നാപ്പാ? കുഴപ്പമില്ല ഏട്ടാ, ഞാൻ ഓള് വന്നിട്ടാൻ വരാം. ഹലോ ഏട്ടാ, രമ്യ വന്നിനാ വീട്ടില്? വന്നിനേനോ. അത് ഓക്ക് പീരീഡ്സ് ആണ്, പാഡ് ഉണ്ടോയെന്ന് ചോദിച്ചിനേനു. ഒന്ന് കൊണ്ട് കൊടുക്കുവാ? ശരി ശരി. ഓക്കെ. കൃഷ്ണേട്ടാ, രമ്യ എടുത്തോ. അല്ലപ്പോൾ എന്നാ പറഞ്ഞോടേനോ, ഇതാ പാഡ് ചെയ്താ. ഇമ്മാതിരി സാധനമല്ല നിനക്ക് തന്നെ അങ്ങ് പോയി വാങ്ങിയാൽ പോരേനോ? വെറുതെ ആമ്പിളർ കൊണ്ട് തൊടിക്കുന്നു ഓരോ വൃത്തികെട്ട പരിപാടി. അത് അച്ഛാ, ഞാൻ വാങ്ങാൻ മറന്നു പോയിട്ട് ശരണ്യനോട് ഉണ്ടോയെന്ന് ചോദിച്ചിനേനു. എന്ത് ചോദിച്ചനേനോന്ന് അലന്നു പോയി. അല്ലപ്പാ, അതിലെന്ന് ഇത്ര വൃത്തിയേട്. നിങ്ങളും എൻ്റെ അമ്മക്ക് ഇതില്ലേ, ഒരു പെൺകുട്ടിയോടെ ജീവിതത്തിൽ 500-ലധികം പ്രാവശ്യം ആർത്തവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു മാസം 5-6 ദിവസം ഇത് ഇവർ അനുഭവിക്കുന്നില്ലേ? അങ്ങനെ നോക്കിയാൽ തന്നെ 2500-ലധികം ദിവസം ഇവർക്ക് ബ്ലീഡിങ് ആകുന്നില്ലേ? അതെല്ലാം അവർ വൃത്തിയേടായതുകൊണ്ടാ? അവരത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് മാത്രം പറ്റുന്നതാണ്. നിങ്ങളും ഞാനും അടങ്ങിയ ആണുങ്ങൾക്കില്ലേ ചിന്തിക്കാൻ പോലും പറ്റൂല, വിറക്കൂ. മോളെ, ഈ വയസ്സായി ഇവരോടൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അത് ഉപയോഗിച്ചോ, ഞാൻ പങ്ങൾക്ക് അതാ വാങ്ങിക്കൊടുക്കൽ. അപ്പോൾ ഓക്കെ, ഹാപ്പി പീരീഡ്സ്.